Hello friends, welcome to my channel. My name is JJ Johnson. കഴിഞ്ഞ ടോപ്പിക്കിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് പുതിയ ഒരു വിഷയമായി ഞാൻ കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കതിന് സമയം വൈകാതെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ എൻ്റെ വിഷയം മോശമായ കൂട്ടുകെട്ടുകളിൽ എങ്ങനെ ചെന്ന് പെടാതിരിക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം. അതിനായി നമ്മൾ കുറച്ച് പോയിന്റുകൾ പറയുന്നുണ്ട്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് മോശം സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുക. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പല പല സാഹചര്യങ്ങൾ നമ്മൾ അനുദിനം കാണുന്നുണ്ട്. ചില സാഹചര്യങ്ങൾ നല്ലതായിരിക്കാം, മോശമായിരിക്കാം. മോശം സാഹചര്യത്തിൽ ചെന്നപ്പെടുന്നവർ മോശമായ ആക്ടിവിറ്റികൾ അങ്ങനെയുള്ള പല പല കൂട്ടുകെട്ടിൽ ചെന്ന് വീഴാറുണ്ട്. നല്ല സാഹചര്യങ്ങളിൽ ചെല്ലുന്നവർ അവിടത്തുള്ള ആക്ടിവിറ്റികളിലെ അവിടെയുള്ള കൂട്ടുകെട്ടുകളിലൂടെ നല്ല രീതിയിൽ അവർക്ക് മുന്നേറാൻ പറ്റുന്നുണ്ട്. ഒരു വ്യക്തിയെ നല്ലതും ചീത്തയാക്കാനും ആ ഒരു സാഹചര്യത്തിന് അത്രയ്ക്കധികം സ്വാധീനം ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കണ്ടുമുട്ടുന്ന വ്യക്തികൾ. നമ്മൾ ആദ്യമായി ചെല്ലുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവിടെ വ്യക്തികളെ നമുക്ക് ഒരു കാരണവശാലും ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ അവരുടെ ഇടപെട്ട് അവരോട് സംസാരിച്ച് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ആരെയും ആദ്യമായി കാണുന്ന വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും ഒരുപാട് സമയം വൈകിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ആ വ്യക്തി മൂലം നമ്മുടെ ജീവിതത്തിൽ പല നല്ല മാറ്റങ്ങൾ അല്ലെങ്കിൽ പൊട്ട ചീത്ത സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ ചില വ്യക്തികളും നമ്മുടെ ഈ തെറ്റായ കൂട്ടുകെട്ടിൽ വീഴാനായിട്ട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ. നമ്മൾ അലസരായി പല ചിന്തകളും ചിന്തിച്ചിരിക്കുന്ന സമയങ്ങളിൽ പല തെറ്റായ സാഹചര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ അതിനെ പിന്തുടർന്നുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ തെറ്റായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. ചിന്തകൾ എപ്പോഴും നല്ല ചിന്തകളിലേക്ക് നമ്മൾ വഴിതിരിച്ചിടാൻ എപ്പോഴും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിന് നമ്മെ സഹായിക്കുന്ന വായനകൾ, നല്ല നല്ല ബുക്സുകൾ, നല്ല കണ്ടന്റുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് കാണുന്നത് നിങ്ങളെ അതിനെ സഹായിക്കുന്നതാണ്. അതുപോലെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലക്ഷ്യബോധം. നമുക്ക് ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിനെ പിന്തുടരാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. ആ ലക്ഷ്യങ്ങൾ പിന്നാലെ അതെങ്ങനെ നേടിയെടുക്കാം, അത് നല്ല രീതിയിൽ കൂടി നേടിയെടുക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്ന് നമ്മളെപ്പോഴും ഡെയിലി നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അതുപോലെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മികച്ച തീരുമാനങ്ങൾ. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഓടിച്ചാടി എങ്ങനെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ഒന്ന് ആലോചിച്ച് അതിൻ്റെ വരായകളെ കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൂടി നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വളരെയധികം സാധ്യതകൾ ഏറെയാണ്. അതുപോലെ ആറാമത്തെ പോയിന്റ് നമുക്ക് ഒരു ഉറച്ച തീരുമാനം, അതായത് നോ പറയാനുള്ള ആർജവം നമുക്ക് കാണിക്കണം. നമുക്ക് തെറ്റാണെന്ന് തോന്നുന്നത് എന്താണെങ്കിലും അത് നോ പറയാനും അവിടെ നിന്ന് വിട്ടുമാറി നിൽക്കാനും നമുക്ക് സാധിക്കണം. ഇങ്ങനെയുള്ള ഈ 6 പോയിന്റിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് വീഴാതിരിക്കാനായിട്ട് നമുക്ക് പരമാവധി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.